ബിഗ് ബോസ് ഹൗസിൽ അനീഷും ആദിലയും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിനിടയിലാണ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ വീട്ടിൽ ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. എന്നാൽ ലൈവ് കാണുന്ന ഒരു പ്രേക്ഷകനും ഇത് ഒട്ടും കാണാനും സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യവും. ജയിൽ നോമിനേഷനിൽ മറ്റു മത്സരാർത്ഥികൾ ആദിലയുടെ പേര് പറഞ്ഞതോടുകൂടിയാണ് ഇത് പ്രേക്ഷകരും അറിയുന്നത്. ബിഗ് ബോസ് ഹൗസിലെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ആദിലയുടെ ഈ അക്രമ വീഡിയോ പുറത്തേക്ക് വിടാത്തത് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജയിലിലേക്ക് നോമിനേഷൻ ചെയ്തത് ആദിലയെയാണ്. ആദിലയുടെ പങ്കാളിയായ നൂറയും ആദിലയെ തന്നെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നും ഒരു പ്രത്യേകതയുണ്ട്. അനീഷ് തന്നെ തള്ളിയതുകൊണ്ടാണ് താൻ അനീഷിനെ ഇടിച്ചത് എന്ന് ആദില നോമിനേഷന് മറുപടിയായി പറയുന്നത്. കൂടാതെ അനീഷിനെതിരെ താൻ ഒരു മോശം വാക്ക് പറയുകയും ചെയ്തു. അതിനെതിരെ ഞാൻ അനീഷിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നുകൂടി പറയുന്നു. അനീഷ് ക്യാപ്റ്റനായ വെസൽ ടീമിലെ അംഗമായിരുന്നു ആദില. പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് അനീഷും ആദിലയും തമ്മിലുള്ള തർക്കം വിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അനീഷിനെ ആദില ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മത്സരാർത്ഥികൾ ആദിലയെ നോമിനേറ്റ് ചെയ്തത്. മറ്റുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നൂറയും ആദിലയെ തന്നെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. കൂടാതെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ആദിലയെയും അനീഷിനെയുമാണ്. ഇരുവരും ജയിലിൽ ഇരുന്നു കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് തൻ്റെ സുഹൃത്തിനെ നോമിനേറ്റ് ചെയ്തത്.